എന്തിനാണ് സ്മൈൽ ഡിസൈനിങ്? നമുക്ക് റീസെൻ്റ്ലി ഒരു 60 വയസ്സായിട്ടുള്ളൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാങ്കിലെ എംപ്ലോയി ആയിരുന്നു അദ്ദേഹം. റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. ഇത്ര നാളായിട്ടും ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടോടു കൂടി നമ്മളോട് പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്കാനും ബാക്കി കാര്യങ്ങളെടുത്ത് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കി അദ്ദേഹത്തിന് ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ഏജ് ഒരു ഫാക്ടർ അല്ല. നമുക്ക് മോഡേൺ ഡെന്റിസ്ട്രി ഒരുപാട് അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അലൈനേഴ്സ് ആയിക്കോട്ടെ, വെനീസ് ആയിക്കോട്ടെ. ഇപ്പോൾ റീസെൻ്റ്ലി ആക്ച്വലി നമുക്ക് പലപ്പോഴും പേഷ്യൻസ് പല്ല് ചെറുതാക്കുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട് വെനീർ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമുക്ക് നോ പ്രെപ്പ് വെനീർസ് അവൈലബിൾ. അങ്ങനെ റീസെൻ്റ്ലി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഡെന്റിസ്ട്രിയിൽ സ്മൈൽ ഡിസൈനിങ്ങിനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെന്റൽ വിസിറ്റിലൂടെ നമുക്ക് ഇപ്പോൾ ഒരു ക്ലിനിക്കിൽ വന്ന് ഇതിൻ്റെ സ്കാൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയായിരിക്കും റിയൽ ഇമേജസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ മോഡേൺ ഡെന്റിസ്ട്രിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും ഒരു അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്യൂ, സ്മൈൽ കറക്ഷൻ ചെയ്യൂ. താങ്ക് യു.